ഹലോ, ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുളിക്കുന്നതിനേക്കാളും മുമ്പത്തെ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയറാണ് കേട്ടോ. ഞാൻ എന്നും കുളിക്കുന്നതിനേക്കാളും മുമ്പ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫേസിലും കൈകാലുകളൊക്കെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് വന്നിട്ട് ക്യാരറ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ. കഴിയാറായി കുറച്ചുള്ളൂ, ഇന്നത്തെ ഒരു ദിവസത്തേക്കും കൂടിയുള്ളൂ. അപ്പോൾ ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും കുളിക്കുന്നതിനേക്കാളും മുമ്പ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഫേസിന് നല്ലൊരു മസാജ് കൊടുക്കും. അതുപോലെ തന്നെ കൈമേലും കാലുമേലും ഒക്കെ നല്ലൊരു മസാജ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുവിധം പണികളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കാറുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മേലെ പിടിക്കുകയും ചെയ്യുമല്ലോ. കവിളൊക്കെ സാഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാജ് കൊടുക്കും. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെതായ രീതിയിലാണ് കേട്ടോ മസാജ് ചെയ്യണത്. പിന്നെ നെറ്റിയിലൊന്നും ചുളികൾ വരാണ്ടിരിക്കാൻ നെറ്റിയിലൊക്കെ നല്ലൊരു മസാജ് കൊടുക്കും. ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുളിക്കാറ്. അങ്ങനെ ഫേസിലും കൈകാലുകളൊക്കെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഉലുവ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതും കഴിയാറായി. ഞാനൊക്കെ റോസ് വാട്ടറിൻ്റെ ഒഴിഞ്ഞ കുപ്പിയിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കഴിയാറായി. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ തലമുടിയിലേക്ക് പൊക്കോളും. അപ്പോൾ സ്കാൽപ്പിലാണ് കേട്ടോ ഞാൻ ഈ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കാറ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹെയർ പാക്കൊന്നും ഉപയോഗിക്കാറില്ല. തൊണ്ടവേനൊക്കെ ആയി കാരണം ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കാൻ പേടിയാണ്. അപ്പോൾ അതൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് ഇനി ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അത് കാരണം തന്നെ മുടി നന്നായി കൊഴിയുണ്ട്. എന്നാലും ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഈ ഉലുവ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കാരണമാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ മുടിയുടെ എന്താ പറയുക സോഫ്റ്റ്നെസ്സൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. കാരണം ഹെയർ പാക്കൊന്നും തീരെ അപ്ലൈ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു 2 മാസമെങ്കിലും അതിൻ്റെ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഉലുവ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്കാൽപ്പിലൊക്കെ നല്ലൊരു മസാജ് കൊടുക്കും. അതിന് ശേഷം മുടി വാരി കെട്ടിക്കും. ഞാൻ എന്നും വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കേട്ടോ കുളിക്കാറ്. അപ്പോൾ തലമുടിയിൽ എന്ന് പറഞ്ഞാൽ എന്നും യൂസ് ചെയ്യും വെളിച്ചെണ്ണ. മേലും അതെന്നും തേച്ച് കുളിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ തലമുടിയിൽ എന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിറയിൽ മാത്രം തേച്ചിട്ടാണ് കുളിക്കാറ്. 2 ദിവസം കൂടുമ്പോൾ സ്കാൽപ്പ് ഫുള്ളും തേച്ചിട്ട് നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷമാണ് കുളിക്കാറ്. ഈ ചെപ്പിൽ എന്താണെന്നറിയുക, ഐബ്രോ ഗ്രോത്തിനുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു നമ്മുടെ ഉള്ളിനീരും വാസലിനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഐബ്രോ എഴുതി കൊടുക്കും. നമ്മുടെ ബഡ്സ് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഐബ്രോ ഒക്കെ നന്നായി കൊഴിഞ്ഞു, അതൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ ഐബ്രോ എഴുതി കൊടുക്കും. ഈ 3 കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. ഞാനിപ്പോൾ ഫേസിലും ഹെയറിലൊക്കെ തേക്കാനായിട്ട് വെളിച്ചെണ്ണയും വാസലിനൊക്കെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് വീഡിയോയിലും കൂടിയും പകർത്താമെന്ന്. കാരണം എന്തായാലും ഞാൻ തേക്കാൻ പോകണം ഫേസിലും കൈകാലുമലും ഹെയറിലൊക്കെ. അപ്പോൾ കുളിക്കുന്നതിനേക്കാളും മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള വീഡിയോയും കൂടി ഇടാമെന്ന് വെച്ചിട്ട് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ഡെയിലി ചെയ്യും. അതിന് ശേഷമാണ് കുളിക്കാറ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയ്ക്കുള്ള. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.